ഈസ് ജസ്റ്റിൻ പി ജെയിംസ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആൻഡ് ഇഫ് യു ആർ ന്യൂ അറ്റ് മൈ ചാനൽ, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ എനേബിൾ ദി ബെൽ ഐക്കൺ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പേയ്മെന്റുകൾ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഡിസ്കൗണ്ടുകൾ കൊടുക്കാറുണ്ടെന്ന് പഠിച്ചു. അതേപോലെ തന്നെ നമ്മളും പേയ്മെന്റുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് നമുക്കും എന്ത് തരാറുണ്ട്, ഡിസ്കൗണ്ടുകൾ തരാറുണ്ട് അല്ലേ. സോ ഇത് ഇഫ് ദ പേയ്മെന്റ്സ് ആർ മെയ്ഡ് വിത്തിൻ ഷെഡ്യൂൾഡ് പീരീഡ്, ദ ഫേം മേ ഹാവ് ദ ചാൻസ് ടു റിസീവ് ഡിസ്കൗണ്ട്. നമ്മൾ കൃത്യമായിട്ട് തുക കൊടുക്കുന്നുണ്ട്, ഒരു മുടക്കവും വരാതെ തുക കൊടുക്കുന്നുണ്ട്, അവർ നമുക്ക് എന്ത് തരാം, ചിലപ്പോൾ ഡിസ്കൗണ്ടുകൾ തരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ആന്റിസിപ്പേറ്റഡ് ഇൻകം ആൻഡ് therefore reserves for discount on creditors will be made. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ, ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു ആന്റിസിപ്പേറ്റഡ് ഇൻകം ആണത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. റിസർവ്സ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിൽ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയായിരിക്കും നോക്കാം. So provision for discount on creditors account debtor to profit and loss account ഇല്ലേ. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് എക്സ്പെക്ടഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകവും കാര്യങ്ങളും എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ടു പി ആൻഡ് എൽ അക്കൗണ്ട് ഇല്ലേ, നമുക്ക് അതൊരു ഇൻകം ആയതുകൊണ്ട് സോ അതിന്റെ ഫൈനൽ അക്കൗണ്ട്സിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സോ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പി ആൻഡ് എൽ അക്കൗണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതുപോലെ തന്നെ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആ എമൗണ്ട് കാണിക്കുന്നുണ്ട്. 1. രണ്ടാമത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അല്ലേ. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കാണിക്കും, ചുമ്മാ കാണിക്കുമല്ല, എങ്ങനെയാണ്, ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം സൺട്രി ഡെറ്റേഴ്സ് അല്ലേ. സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും ഇത്ര എമൗണ്ട് കുറച്ച് കൊടുത്താൽ മതി ഇല്ലേ, നമുക്ക് അത്രയും എമൗണ്ട് കുറച്ച് തിരിച്ചു കൊടുത്താൽ മതി, അത് നമുക്ക് ലാഭമാണ്. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം, അത്രയും എമൗണ്ട് കൂടെ കുറച്ച് നമ്മൾ ഇനി കാണിച്ചാൽ മതി ഇല്ലേ. ഇപ്പം ക്രെഡിറ്റേഴ്സിന് നമ്മൾ 10,000 രൂപ കൊടുക്കാനുണ്ട് ഇല്ലേ, നമ്മളൊരു 5,000 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. അതായത് 5,000 രൂപ നമുക്ക് ലാഭമാണ്, കൊടുക്കണ്ട, നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുക ഇല്ലേ. അത് നമുക്ക് എന്താണ്, ഒരു ഇൻകം ആണ് ഇല്ലേ, നമുക്കത് എന്താണ്, ഒരു ഇൻകം, അത്രയും എമൗണ്ട് കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ആ ഒരു എമൗണ്ട് വരുന്നത്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ടിൽ നിന്നും ഈ ഒരു എമൗണ്ട് കുറച്ചും വേണം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ് ഡിസ്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. അതിന്റെ ജേർണൽ എൻട്രി, അതായത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സിൽ രണ്ടിടങ്ങളിൽ അതിന്റെ റിഫ്ലക്ഷൻ വരിക എന്നുമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ഹാവ് ലേൺ ടുഡേ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്.